മുട്ടക്കറിയിൽ ഒരുപാട് വെറൈറ്റീസ് ഒക്കെ ഉണ്ടെങ്കിലും ഇതൊരു അടാറ് മുട്ടക്കറിയാട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട ഐറ്റം തന്നെയാട്ടോ. ടേസ്റ്റിന്റെ കാര്യത്തിലൊന്നും ഒരു രക്ഷയില്ല, എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് എളുപ്പത്തിലൊന്ന് കണ്ടു നോക്കാം. അതിനു മുന്നേ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ. കൂടെ കാണുന്ന ആ ബെല്ലൈക്കണിൽ ഓള് തന്നെ മറക്കാതെ ഒന്ന് അമർത്തിയേക്കണേ. എന്നാ പിന്നെ ഇതെങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കാം. ഇതുണ്ടാക്കാനായി ആദ്യമേ തന്നെ ഒരു മസാല ഒന്ന് റെഡിയാക്കി എടുക്കണം. അതിനായി ഒരു അരക്കപ്പ് തേങ്ങ ഒരു മിക്സിയുടെ ജാറിലോട്ടൊന്ന് ഇട്ട് കൊടുക്കാം. കൂടെ ഒരു ടീസ്പൂൺ വലിയ ജീരകവും ഒരു അര ടീസ്പൂൺ ചെറിയ ജീരകവും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. കൂടെ കുറച്ച് അണ്ടിപ്പരിപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു പച്ചമുളകും കൂടെ ചേർത്ത് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് ഇത് ഇതുപോലെ അങ്ങ് അരച്ചെടുക്കുക കേട്ടോ. അല്പം ലൂസായി തന്നെ അരച്ചെടുത്ത് അങ്ങ് മാറ്റി വെക്കാം. ഇനി ഒരു പാൻ നടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും ഒരു സവാള ഇതുപോലെ പൊടിയായിട്ട് നുറുക്കി അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനി സവാള ചെറുതാണെങ്കിൽ 2 ചേർക്കണം കേട്ടോ. ഈ പൊടിയായിട്ട് അരിയുന്നതൊക്കെ അല്പം കഷ്ടപ്പെട്ട പണിയാണെങ്കിലും ഇതിങ്ങനെ തന്നെ ഒന്ന് അരിയുന്ന കേട്ടോ ഈ കറിക്ക് നല്ലത്. അല്പം ഉപ്പും കൂടെ ചേർത്ത് ഇത് നന്നായിട്ടൊന്നങ്ങ് വഴറ്റിയെടുക്കാം. ചെറുതായിട്ടൊന്ന് ട്രാൻസ്പെറന്റ് ആയി വരുമ്പോഴേക്കും ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് കൊടുക്കുക. ഇനി നിങ്ങളുടെ കയ്യിൽ പേസ്റ്റ് ആണുള്ളതെങ്കിൽ അത് ചേർത്താലും മതിയാവും. അതും ചേർത്ത് വീണ്ടും ഒന്നും കൂടെ അങ്ങ് വഴറ്റിയെടുക്കാം. ചെറുതായിട്ടൊന്ന് കളറ് മാറിയാൽ മതിയാവും. അണ്ട് ഈ പരുവം വരേക്ക് ഒന്ന് വഴറ്റിയാൽ മതിയാവും. ഈ പരുവാകുമ്പോഴേക്കും ഇതിലേക്ക് ഒരു 2 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ തക്കാളിയൊക്കെ അത്യാവശ്യം നല്ലപോലെ ഒന്ന് വെന്ത് വരുന്നവരെയും ഒന്നങ്ങ് വഴറ്റി കൊടുക്കാം. തക്കാളിയൊക്കെ ചെറുതായിട്ട് അരിഞ്ഞത് കൊണ്ട് തന്നെ 1 മിനിറ്റ് ഒക്കെ ഒന്ന് വഴറ്റിയാൽ അപ്പോഴേക്കും അതങ്ങ് വെന്ത് കിട്ടും. അതെ, അത്യാവശ്യം ഇപ്പോഴൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇതുവരെയൊക്കെ മതിയാവും കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മസാലപ്പൊടികളും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതിനായി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് ഇതിന്റെ പച്ചമണം ഒക്കെ മാറുന്നവരെയും ഒന്നങ്ങ് വഴറ്റിയെടുക്കണം. ഫ്ലെയിം ഒക്കെ ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ ഈ മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാൻ. അതും ചേർത്ത് ഇതിന്റെ പച്ചമണം മാറുന്നവരെയും ഒന്നങ്ങ് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ ഇതിന്റെ പച്ചമണം ഒക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. 1 കപ്പ് വെള്ളമൊക്കെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ. ഈ വെള്ളവും ചേർത്ത് ഇത് ഈ മസാലയായിട്ട് നല്ലപോലെ അങ്ങ് യോജിപ്പിച്ചെടുക്കാം. ഇതൊന്ന് യോജിപ്പിച്ചെടുത്തിട്ട് ഇതൊന്ന് തിളയ്ക്കാനായിട്ടൊന്ന് അങ്ങ് വെയിറ്റ് ചെയ്യാട്ടോ. ഇതൊന്ന് തിളച്ച് വരുമ്പോഴേക്കും ഇതിലേക്ക് 1 ടീസ്പൂൺ ചിക്കൻ മസാല ആട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ചിക്കൻ മസാല നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ ഗരം മസാല ചേർത്താലും മതിയാവും. വീണ്ടും ഒന്നും കൂടെ അങ്ങ് മിക്സ് ആക്കി എടുക്കാം. ഈ ചിക്കൻ മസാല ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആട്ടോ. ഇതിലേക്ക് ഞാൻ ഇവിടെ 3 മുട്ടയാട്ടോ ചേർക്കുന്നത്. ആ മുട്ടയ്ക്കകത്ത് ചെറുതായിട്ടൊന്ന് വരഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്, മസാലയ്ക്ക് ഒന്ന് പിടിക്കാൻ വേണ്ടി. വീണ്ടും ഇതൊന്നങ്ങ് മിക്സ് ആക്കാം. ഈ 3 മുട്ടയ്ക്ക് ഇത്രയും മസാല ഒരു ആഡംബരമല്ലേ എന്നാവും നിങ്ങൾ ചിന്തിക്കുന്നത്. ഇവിടെ ഞങ്ങൾ ആകെ 3 പേരേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ 3 മുട്ട മാത്രം ചേർത്ത് ഇതിനെ അടച്ചു വെച്ച് ഒരു 2 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഇപ്പോൾ ഒരു 2 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ മസാലയൊക്കെ അത്യാവശ്യം ഒന്ന് തിക്കായി വന്നിട്ടുണ്ട്. മുട്ടയിൽ ഒക്കെ ഒന്ന് പിടിച്ചു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് മാറ്റി വെച്ച് ആ മിക്സും കൂടെ അങ്ങ് ചേർത്ത് കൊടുത്ത് ഒന്നങ്ങ് മിക്സ് ആക്കി എടുക്കാം. ഈ സമയം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇതൊന്നങ്ങ് മിക്സ് ആക്കി എടുത്ത് ചെറുതായിട്ടൊന്നങ്ങ് തിളപ്പിച്ചാൽ മതിയാവും. ഒരുപാട് അങ്ങ് തിളച്ചു വരേണ്ട ആവശ്യമൊന്നും ഇല്ല കേട്ടോ. ഇനി ഇതിലേക്ക് ഈ സമയം ഞാനിവിടെ കുറച്ച് കസൂരി മേത്തിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ കസൂരി മേത്തി ചേർക്കുമ്പോൾ ഒരു പ്രത്യേക മണം കേട്ടോ ഈ കറിക്ക് വരുന്നത്. ഇനി കസൂരി മേത്തി ഇല്ലെങ്കിൽ നിങ്ങൾക്കത് ഒഴിവാക്കാട്ടോ. ഇനി മല്ലിയിലയോ കറിവേപ്പിലയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതിയാവും. ഇത് ചേർത്ത് വീണ്ടും ചെറുതായിട്ടൊന്ന് അങ്ങ് മിക്സ് ആക്കി കഴിഞ്ഞാൽ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മുട്ടക്കറി ഇവിടെ റെഡിയാവും. അപ്പൊ പിന്നെ ഇത് നമുക്ക് ചൂടോടെ തന്നെ അങ്ങ് സെർവ് ചെയ്യാം. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമാവും തീർച്ചയാണ്. അപ്പോൾ ഇനിയും ഒരുപാട് റെസിപ്പികളുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.